അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു ഇൽമിൻ്റെ സദസ്സിൽ കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാ 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 അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ടവരെ, മഹത്തായിരിക്കുന്ന റജബ് മാസത്തിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റജബ് മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസം, ഷഹ്റുല്ലാ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. എന്നാൽ റജബിൻ്റെ അവസാനത്തിൽ മഹാനായിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിൻ്റെ മാസം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ് മിഅ്റാജിൻ്റെ പോരിശകൾ ഒരുപാട് നമ്മൾ കേട്ടവരാണ്. എങ്കിലും ഞാൻ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്രാഹും മിഅ്റാജും സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ചില ആളുകളൊക്കെ മിഅ്റാജ് സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്. സ്വപ്നമാണെങ്കിൽ അതിനൊരു പ്രസക്തിയുമില്ലല്ലോ. നമ്മൾ അത്രമാത്രം ചിന്തിച്ചാൽ മതി. സ്വപ്നമായ ഒരു കാര്യത്തെ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇഷ്കാലുണ്ടാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കേണ്ട ആവശ്യം? സ്വപ്നം എല്ലാവർക്കും സംഭവിക്കുന്നില്ല, അതിനൊരു പ്രത്യേകത ഒന്നുമില്ല. സ്വപ്നമല്ലാത്തത് കൊണ്ടാണ് അതിന് പ്രത്യേകത ഉണ്ടായത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയിട്ട് ശത്രുക്കൾ അല്ലെങ്കിൽ ഇസ്ലാമിനെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാൻ പറ്റുമോ അന്ന് അവർ ശ്രമിച്ചിരുന്ന ആളുകളൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അഥവാ അതിനെ പരിഹസിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട്, എന്നാൽ ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് സിദ്ദീഖ് എന്ന നാമകരണം ലഭിക്കാൻ കാരണമായ ഒരു സംഭവമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം മിഅ്റാജും ഇസ്രാവും മിഅ്റാജും സംഭവിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതിൽ നമുക്ക് ഇസ്രാവും മിഅ്റാജും സംഭവിച്ചു. ആ ഇസ്രാവും മിഅ്റാജിൻ്റെ യാത്രയിൽ തന്നെ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ പെട്ടെന്ന് ലഭിക്കുന്ന കുറച്ച് ഗുണപാഠങ്ങൾ, അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രയാസം, എങ്ങനെ വിഷമകരമായിരിക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തേക്ക് വിളിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് വിളിച്ചിട്ട് സൽക്കരിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെയ്തത്. അവിടെ തന്നെ ഒരു വിഷമിച്ചിരിക്കുന്ന, പ്രതിസന്ധിയിലിരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള ഒരു പാഠം നമുക്ക് നൽകുന്നു. അവിടെ നിന്ന് തീർന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കാണാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ആദ്യം പോയത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അവിടെ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് നേരെ പോയത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. എന്നല്ലെങ്കിൽ കഅബയുടെ ഭാഗത്ത് നിന്ന് നേരെ ആകാശത്തിലേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷെ അതല്ല ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ പോകുമ്പോൾ നമ്മൾ അല്ലാഹു ആദരിച്ചതിനെ ബഹുമാനിച്ചതിനൊക്കെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. ആ ഒരു യാത്രയുടെ തുടക്കം തന്നെ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഭൂമിയിൽ. അവിടേക്ക് ആദരിച്ച് ബഹുമാനിച്ച് അവിടേക്ക് സിയാറത്ത് ചെയ്തിട്ട് വേണം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാനെന്ന തീരുമാനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായിരിക്കുന്ന ദൗത്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിനെ കാണാൻ പോകുന്ന ആ മഹത്തായിരിക്കുന്ന ദൗത്യം പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അതിന് തുടക്കം തന്നെ അവർ ചെയ്യുന്നത്, അവർ രണ്ടുപേരും നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പുറപ്പെട്ടതിന് ശേഷം അവിടെ സിയാറത്ത് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ നിന്നാണ് നേരെ ആകാശ ലോകത്തേക്ക് പുറപ്പെടുന്നത്. നമ്മളിതിലൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള, നമ്മുടെ അരികത്തുള്ള മഹാന്മാരെയൊക്കെ സന്ദർശിക്കുക. അതുപോലെ തന്നെ അല്ലാഹു ആദരിച്ചതിനെ ബഹുമാനിച്ചതിനെ നമ്മൾ ഉൾക്കൊള്ളുക, അവരൊക്കെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നൊരു പാഠം കൂടെ ഇതിൽ നമുക്ക് നൽകുന്നു. അവിടെ നിന്ന് ഞാൻ ആകാശത്തേക്ക് പുറപ്പെട്ട് അവിടെ നിന്ന് ഓരോ ആകാശവും താണ്ടി അവസാനം ബഹ്റുൻ നൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല എന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ മലക്കാണ്. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലും പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥലത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിക്കുകയാണ്. ഹബീബിന് പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ മനുഷ്യൻ എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. മലക്കുകളേക്കാൾ മേലെയാണ് മനുഷ്യന്റെ സ്ഥാനമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മനുഷ്യനെ മലക്കുകളേക്കാൾ വലിയ ദറജയിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന ഒരു സന്ദേശം നമുക്ക് നൽകുന്നു. അതാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചു, ആദരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മിഅ്റാജ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് മലക്കുകളേക്കാൾ മുകളിലെത്താൻ മനുഷ്യന് സാധിക്കുമെന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. അവിടെ നിന്ന് മഹത്തായിരിക്കുന്ന നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അവിടെ തഹിയ്യാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് അത്തഹിയ്യാത്തിന്റെ സമ്മാനം ലഭിക്കുകയാണ്, നമസ്കാരത്തിന്റെ സമ്മാനം ലഭിക്കുകയാണ്. അതുപോലെ തന്നെ അത്തഹിയ്യാത്ത് അവിടെ ഓതുകയാണ്. അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. നിങ്ങൾ ചിന്തിക്കണം, വലിയൊരു സന്തോഷം, വലിയൊരു നിഅമത്ത് കിട്ടിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മറന്നില്ല, നമ്മുടെ ഉമ്മത്തിനെ മറന്നില്ല. നമ്മുടെ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നില്ല. അവിടെ ഹബീബ് ആ നിഅമത്ത് കിട്ടിയപ്പോൾ, വലിയൊരു നിഅമത്ത് ലഭിച്ചപ്പോൾ, വലിയൊരു സന്തോഷം ലഭിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് നമ്മളോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ആ ഹബീബിനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടത്. അപ്പം ഇതുപോലെ ഒരുപാട് സന്ദേശങ്ങളാണ് മിഅ്റാജ് നമുക്ക് നൽകുന്നത്. മിഅ്റാജിൻ്റെ രാത്രിയിലുണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അള്ളാഹുവിൻ്റെ ഈ മിഅ്റാജ് എന്ന് പറയുന്നത് നമ്മുടെ നമസ്കാരത്തിൻ്റെ വാർഷികം കൂടിയാണ്, നിസ്കാരത്തിൻ്റെ വാർഷികമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരങ്ങളൊക്കെ നമ്മൾ കൃത്യമായി തന്നെ നിർവഹിക്കാൻ വേണ്ടി നിർവഹിക്കുക. അതാണ് നമ്മുടെ മാർഗം. ശ്രമിക്കലല്ല, നിർവഹിക്കുക. നമസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടപ്പാടുകൾ ഒരുപാടാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലിയും അവിടുത്തെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മിഅ്റാജ് മാസത്തിന് നോമ്പനുഷ്ഠിക്കുക. പ്രത്യേകിച്ച് 27 രാവിലെ എന്നൊക്കെ പ്രത്യേകിച്ച് നമ്മൾ നോമ്പനുഷ്ഠിക്കുക. എന്തിന്? ശുക്രിൻ്റെ നോമ്പ്, ശുക്ർ അർപ്പിച്ചുകൊണ്ട് വലിയൊരു കാര്യം ചെയ്ത ആ ദിവസം, നമ്മെ ഓർത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്ത ദിവസം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ചേർത്ത് പിടിച്ച ദിവസം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനം കൊടുത്ത ദിവസം, അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാ സാന്ത്വനവും നൽകിയ ദിവസം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലക്കുകളേക്കാൾ മുകളിലാണെന്ന് നമ്മെ പഠിപ്പിച്ച ദിവസം, ആ ദിവസത്തിന് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിക്കണം. അപ്പോൾ അള്ളാഹുവിന് ശുക്ർ, നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ, ശുക്ർ ഉണ്ടാകുമ്പോൾ ഒക്കെ അള്ളാഹുവിലേക്ക് അങ്ങ് അടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സലാത്ത് സലാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിയിൽ ഖദറിൽ അദീമിൽ ജായി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. اللهم صل على سيدنا محمد التاطرلا وصل على سيدنا محمد بعد الرضا وصل على سيدنا محمد أبدا أبدا برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.